ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ ഇറങ്ങിയിട്ട് 21 ദിനങ്ങൾ പിന്നിടുകയാണ്. 18 ദിവസത്തെ റീജിയൻ വൈസ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 18 ദിവസം കൊണ്ട് സിനിമ 111 കോടിയോളമാണ് നേടിയതായി ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നത്. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് മാത്രമായി സിനിമ 37.5 കോടിയോളമാണ് 18 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 15 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ കേരളത്തിൽ 21 കോടിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമയ്ക്ക് 2 കോടി 50 ലക്ഷം രൂപയോളമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓവർസീസിൽ സിനിമ 29 കോടിക്കടുത്താണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോടകം തന്നെ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്തുകയും പ്രോഫിറ്റായിട്ട് സിനിമ ഏകദേശം 30 കോടിക്കടുത്ത് നേടുകയും ചെയ്തു. 30 കോടി ബഡ്ജറ്റിൽ വന്ന അല്ലെങ്കിൽ അതിനടുത്തുള്ള ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ പ്രോഫിറ്റ് തന്നെ 100% നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം വലിയ ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് സിനിമ. തുടർന്നും ഇന്ന് തമിഴ്നാട്ടിൽ നമുക്ക് മികച്ച ബുക്കിംഗ് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഓറഞ്ച് മയമായിട്ട് തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു തെലുങ്ക് സിനിമയായിട്ടും തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് പ്രകമ്പനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് പോകുന്നത്. വെറും 75 ഷോയിൽ തുടങ്ങിയ സിനിമ 1000-ന് മുകളിലുള്ള ഷോകളിലേക്ക് എത്തുകയും ആദ്യ വാരത്തിൽ വെറും 2 കോടിയിൽ നിന്ന് എത്തിയ സിനിമ പിന്നീട് പെട്ടെന്ന് 10 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണേലും ദുൽഖറിൻ്റെ ഈ ഒരു സിനിമ ഇന്ന് പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടുക്കാകെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഈ സിനിമയ്ക്ക് മികവ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഫൈനൽ റണ്ണിൽ ഒരു സിനിമ 150 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണേലും കാത്തിരിക്കാം. തിയേറ്ററിൽ നിന്ന് മാത്രം 150 കോടി നേടുന്ന സിനിമ ബിസിനസ് അടക്കം 220-230 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.